ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുല്ലേ? ഞങ്ങളും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ചേട്ടായി കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നു. അപ്പോൾ സാധാരണ കൊണ്ടുവന്നേക്കാളും കൂടുതലുണ്ട്. കാരണം ചെമ്മീൻ ഈ പ്രശ്നത്തിൽ വില കുറഞ്ഞിട്ട് 1 കിലോ വാങ്ങിച്ചേട്ടെ. അപ്പോൾ ചേട്ടായി തന്നെ അതെനിക്ക് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ടുട്ടു ഭയങ്കര ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുള്ളി തന്നെ അത് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ചേട്ടായി പറഞ്ഞു കുറച്ച് ഒലത്ത് ചിങ്ങപ്പയറിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ 2 റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ സെറ്റായി. അപ്പോൾ ചേട്ടായി ഇതൊക്കെ കഴുകി റെഡിയാക്കി എനിക്ക് തന്നു. അപ്പോഴത്തേക്ക് ഞാനിവിടെ പയറൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി വെച്ചു കേട്ടോ. നമ്മുടെ മണ്ണിൻ്റെ ചട്ടി വെച്ചു. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് പയർ ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ചെമ്മീനും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ. നല്ലോണം ഇളക്കി കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ. കാരണം ചെമ്മീൻ ഓൾറെഡി വെള്ളം ഇറങ്ങും. പക്ഷെ അച്ചിങ്ങ വേകാനൊക്കെ കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തട്ടി പൊത്തി മൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് തീ കുറച്ചാണ് ഞാൻ വെച്ചത്. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടി പിടിച്ചാലോ എന്ന് കരുതി അങ്ങനെ തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ആവി പൊന്തിയിട്ടുണ്ട് കേട്ടോ. ആവി പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അടിയിൽ വെള്ളമുണ്ട് കേട്ടോ. ചെമ്മീനിൽ നിന്ന് വെള്ളം വിട്ട് ചെമ്മീൻ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ ചെമ്മീൻ വേകുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് എന്നാ പറയുക ഉണ്ടാക്കി നോക്കുന്നുണ്ട്. റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ സെറ്റായി. അതങ്ങനെ മൂടി വേകാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ച് മൂടിയപ്പോൾ അപ്പോൾ അടുത്ത കറിക്ക് വേണ്ടിയിട്ട് വേറൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയിട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുത്തു. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് സവോള അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് നമ്മുടെ കൊടംപുളി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കൊടംപുളി എല്ലാത്തിനും ചേർക്കും കേട്ടോ. കാരണം എന്ത് കറി വെച്ചാലും. അപ്പം അങ്ങനെ അതങ്ങ് ജസ്റ്റ് ഒന്ന് മൂത്ത് വഴണ്ട് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചെറിയുള്ളി ഇച്ചിരി നടുവേ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് അതവിടെ മൂക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. കാരണം ഞാൻ സെപ്പറേറ്റ് എല്ലാം മസാല ചൂടാക്കി എടുക്കാറ്. അപ്പോൾ അങ്ങനെ അത് ചൂടാക്കി എടുത്തേച്ച് അപ്പോൾ അത് മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വെച്ച അച്ചിങ്ങയുണ്ടല്ലോ, ആ അച്ചിങ്ങയൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഭയങ്കര പുക വന്നു കേട്ടോ. പിന്നെ ആ പുകയെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തപ്പം വെന്ത് വന്നിട്ടില്ല, കുറച്ചുകൂടെ വേകാനുണ്ട്. പിന്നെ വെള്ളം അതിനകത്തുണ്ട്, അതൊന്ന് വറ്റാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കറിക്കുള്ള സാധനം തക്കാളി ഇഞ്ചിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഉള്ളി വഴണ്ട് വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് പരുവാക്കി കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കും, എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ഇളക്കി വഴണ്ട് സെറ്റാക്കി വന്നോട്ട് ഇച്ചിരി തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വെച്ചു. അപ്പോൾ അപ്പുറത്ത് അച്ചിങ്ങ വേകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് എല്ലാം റെഡിയായി അങ്ങ് വന്ന് പിന്നെ ഞാൻ അതിനകത്തോട്ട് നമ്മൾ ഈ വഴറ്റി വെച്ച മസാലയുണ്ടല്ലോ, മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ചൂടാക്കി വെച്ച മസാലയൊക്കെ ആ വഴറ്റിയതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി അതിനകത്ത് ചേർത്ത് കേട്ടോ. ഇളക്കി ചേർത്ത് ജസ്റ്റ് ആ ഉള്ളിയിലേക്കും തക്കാളിയിലേക്കൊക്കെ ഈ മസാല പിടിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ആ ചെമ്മീൻ ഇട്ട് കൊടുത്തു. നമ്മൾ കറി വെക്കാൻ വേണ്ടി വെച്ചിരുന്ന ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുത്തു. എനിക്കറിയത്തില്ല ഇതിൻ്റെ റെസിപ്പിയൊക്കെ കേട്ടോ. നിങ്ങൾ എല്ലാവരും വലിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ആ മസാല ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ മസാലയൊക്കെ ആ വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി അതൊന്ന് വെന്ത് വരാൻ വേണ്ടി മൂടി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചിങ്ങ ഇവിടെ വെന്ത് നല്ല സെറ്റായി പാകമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ചട്ടി വെച്ച് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചമുളകും ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് അത്യാവശ്യം കുറച്ച് നല്ലോണം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ വേറൊരു സംഭവം കൂടി ചേർത്തു. നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി നല്ല രീതിയിൽ ഇച്ചിരി വഴറ്റിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇതിനകത്തോട്ടെ. അപ്പോൾ ഉപ്പ് ഞാൻ ഇടുന്ന കാണാക്കിയാൽ തന്നെ വെച്ചാൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഉപ്പും ഇട്ടെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. കാരണം മുളക് പൊടിക്കാൻ കൂടുതൽ ഒരു പച്ചച്ചവ മണം വരാറ് നല്ലോണം. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി നല്ലോണം ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കും കേട്ടോ, എന്ത് കറി വെച്ചാലും.
അപ്പോൾ അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല പാകത്തിന് എന്നാ പറയുക ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ചെമ്മീനും പിന്നെ അച്ചിങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അതിനകത്ത് തന്നെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. ആ മസാലയൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് എടുത്തു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അപ്പോഴത്തേക്കും കൊണ്ട് നമ്മുടെ ചെമ്മീൻ ഇപ്പുറത്ത് വേകുന്നുണ്ട് കേട്ടോ. കറിക്കുള്ള ചെമ്മീനും അതൊക്കെ വെന്തൊരു അത്യാവശ്യം നല്ലൊരു പരിവായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങയും പിന്നെ എന്നാ പറയുക ഈ അച്ചിങ്ങയും ചെമ്മീനോട് വളർത്തിയത് നമ്മുടെ റെഡിയായി. അപ്പം അത് റെഡിയായപ്പോഴത്തേക്കും തൊട്ട് ഇപ്പുറത്ത് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടി നല്ലോണം വെന്ത് നല്ല മണം വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കും, കാരണം എരിവ് കൂടുതലുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് നല്ലോണം ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് അത് ഈ ചെമ്മീൻ കറിക്കകത്തോട്ട് ഒഴിക്കും കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലുണ്ടാക്കും. ഞാൻ എൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്ത് ഇട്ടേക്കാന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കാരണം ചെമ്മീൻ അധികം അങ്ങനെ കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ 1-2 പ്രാവശ്യം കൂടെ ഞങ്ങളുടെ അവിടെ അങ്ങനെ ചെമ്മീൻ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ചേട്ടയുടെ കൂടെ വന്നതിന് ശേഷമാണ് കൂടുതലും ചെമ്മീനൊക്കെ വാങ്ങി ഞാനങ്ങനെ കറിയൊക്കെ വെച്ച് പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിച്ചിട്ട്. അപ്പോൾ ആ ചെമ്മീൻ അങ്ങ് തിളച്ച് വെന്ത് കഴിയുമ്പം തേങ്ങാപ്പാൽ വെച്ചിട്ട് ആദ്യം തിളപ്പിക്കുകയില്ല. പക്ഷെ ഞാൻ കുറച്ച് തിളപ്പിച്ചു, എന്നിട്ട് അതിനകത്തൊരു നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.